ഹായ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നാൽ അതുപോലെ തന്നെ പേടിയുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. പണം. നമ്മൾ ഈ വീഡിയോയിൽ പണം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിനെ പറ്റിയല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ്, അസറ്റ് അലൊക്കേഷൻ, ഇൻഫ്ലേഷൻ അങ്ങനെ തുടങ്ങി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുക്കുന്ന ഫിനാൻഷ്യൽ ഡിസിഷന് പുറകുള്ള സൈക്കോളജിയെ പറ്റിയാണ്. ദ മൈൻഡ് സെറ്റ് ഓഫ് മണി. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു ഗ്യാസ് സ്റ്റേഷൻ അറ്റൻഡ് ഒരു ജാനിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന റൊണാൾഡ് റീഡ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം അങ്ങനെ ആളുകൾ അറിയുന്നതും സക്സസ്ഫുൾ ആയിരുന്ന ആളൊന്നും അല്ലായിരുന്നു. പുള്ളി അങ്ങനെ വലിയ ശമ്പളമൊന്നുമില്ല, ഫ്ലാഷ് ആയിട്ട് കരിയറൊന്നുമില്ല. പക്ഷെ പുള്ളി ശ്രദ്ധിക്കപ്പെടുന്നത് പുള്ളിയുടെ മരണത്തിന് ശേഷമാണ്. പുള്ളി മരിച്ച ശേഷം പുള്ളിയുടെ ആസ്തിയായിട്ട് കണ്ടെത്തിയത് $80 ലക്ഷം മുകളിലാണ്. അപ്പോൾ ആൾക്കാർ കുറച്ച് ക്യൂരിയസ് ആയി, എങ്ങനെയാണ് പുള്ളിക്ക് ഇത്രയും കാശ് ഉണ്ടായെന്നുള്ളത്. അപ്പം അങ്ങനെ അന്വേഷിച്ച സമയത്ത് അങ്ങനെ ആൾക്കോ അങ്ങനെ പുള്ളിക്ക് അങ്ങനെ ലോട്ടറി അടിച്ചതായിട്ടോ പുള്ളിക്ക് അങ്ങനെ ഫാമിലി വെൽത്ത് ട്രാൻസ്ഫർ ആയി വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ആൾക്കാർക്ക് മനസ്സിലായത് പുള്ളി ആകെ ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തും പുള്ളി സേവ് ചെയ്തും പിന്നെ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി കോമ്പൗണ്ടിങ്ങിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി സമയം കൊടുത്തു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കഥ പറയാം. ഒരു ഹാർവേഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെറിൽ ലിഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന റിച്ചാർഡ് ഫസ്കൺ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ പുള്ളി ഭയങ്കര റിച്ച് ആയിരുന്നു. പുള്ളി 40-ാം വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് ലാവിഷ് ആയിരുന്നു. പുള്ളി നന്നായിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു, പുള്ളി നന്നായിട്ട് ബോറോ ചെയ്യുമായിരുന്നു. 2008 ക്രൈസിസ് വരുന്ന സമയത്ത് പുള്ളിയുടെ സേവിങ്സ് എല്ലാം ബ്ലോ അപ്പ് ആയി പോകുന്നു. പുള്ളി ബാങ്ക്രപ്റ്റ് ആയി പോകുന്നു. പുള്ളി താമസിക്കുന്ന ഒരു വലിയ കൊട്ടാരം പോലുള്ളൊരു വീട്ടിലായിരുന്നു. പുള്ളിയുടെ ആ കൊട്ടാരം പോലുള്ള വീട് ഈ ക്രൈസിസ് വന്നപ്പോൾ സെല് ചെയ്യേണ്ടി വരുന്നത് ഇൻഷുറൻസ് കമ്പനീസ് വാല്യൂ ചെയ്തതിൻ്റെ വെറും 25% താഴെ പൈസയ്ക്കാണ്. ഒരു ജാനിറ്റർ ഒരു ഹാർവേഡ് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറെ ഒരു ഹാർട്ട് ഓപ്പറേഷനിൽ, ഹാർട്ട് സർജറിയിൽ ഔട്ട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. പക്ഷെ പണത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇത് ഭയങ്കര കോമൺ ആണ്. അത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സക്സസ്സിന് ഇൻ്റലിജൻസ് ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വഭാവമായിട്ടാണ്. ഇപ്പം നമുക്ക് തോന്നും ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് പോകെ നമുക്കത് മനസ്സിലായി വരും. നമ്മൾ പലരും പൈസ ഒരു മാത്ത് പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ കുറേ ഫോർമുലാസും കുറേ ഇക്വേഷൻസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു സാധനം പോലെ. പക്ഷെ അത് അങ്ങനെയല്ല. അതായത് ഈ മണി എന്ന് പറയുന്നൊരു സോഫ്റ്റ് സ്കില്ലാണ്. ഈ സ്കില്ല് ഡെവലപ്പായി വരുന്നത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് നിന്നും നമ്മുടെ കുറേ ബിഹേവിയർ ട്രേറ്റ്സിൽ നിന്നുമാണ്. അത് നമ്മുടെ പേടി, നമ്മുടെ ഇൻസെക്യൂരിറ്റി, നമ്മുടെ അസൂയ, നമ്മുടെ ഗ്രീഡ്, അങ്ങനെ പല സ്വഭാവ സവിശേഷതകളും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ സ്വഭാവങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വളർന്ന ചുറ്റുപാടിൽ നിന്നായിരിക്കും. നമ്മുടെ ഫാമിലിയിൽ സക്സസിനെ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഫെയിലിയർ നമ്മൾ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിനൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്ത പുസ്തകങ്ങളിലൊന്ന് മോർഗൻ ഹൗസിൽ എഴുതിയ ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ വീഡിയോയിലെ മെജോറിറ്റി ഓഫ് കണ്ടന്റ്സും ആ പുസ്തകത്തിൽ തന്നെയായിരിക്കും. ആ പുസ്തകത്തിൽ പുള്ളി പറയുന്നത് പീപ്പിൾ ആർ നോട്ട് ക്രേസി, ദേ ആർ നോട്ട് ഇറാഷണൽ, they are just reacting to the world they experience first എന്നാണ്. Your financial logic is not logic at all, it is just perspective എന്നാണ് പറയുന്നത്. ചിലരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്തൊരു ബ്ലണ്ടറാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് റേഷണലായിട്ട് ചിന്തിച്ചൂടെ, ഇവർക്ക് കുറച്ചുകൂടി നല്ലൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തൂടെ എന്നൊക്കെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശരിയായ തീരുമാനമായിരിക്കും. അതേസമയം നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ച് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മളങ്ങനെ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് മറ്റു പലർക്കും അതൊരു റാഷണൽ അല്ലാത്ത ഒരു ബ്ലണ്ടറായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. അതായത് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ലോജിക് എന്ന് പറയുന്ന ഒരു സാധനമില്ല, മറിച്ച് പേഴ്സ്പെക്റ്റീവ് ആണുള്ളത്. ട്രേഡിംഗ് സൈക്കോളജിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്കാണ് മാർക്ക് ഡഗ്ലസ് എഴുതിയ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന പുസ്തകം. അതിനകത്ത് പുള്ളി പറയുന്നത് വി ഓൾ ആർ പ്ലേയിങ് ഡിഫറെൻറ്റ് ഗെയിംസ് എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പൈസ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിഗ്ഗസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റോ ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ നമ്മൾ ഏത് മാർക്കറ്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ മാർക്കറ്റിൻ്റെ സ്വഭാവമൊന്നുമല്ല. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസേൺ ആയി കാണേണ്ടത് നമ്മുടെ സ്വന്തം മൈൻഡിനെ തന്നെയാണെന്നുള്ളതാണ്. ഇനി നമുക്ക് അധികം നമ്മൾ ആലോചിച്ചിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് വെൽത്തിനെ നോക്കാം. അതായത് വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യമില്ലാത്തത് കാരണം വേണ്ടെന്ന് വെച്ച പ്രൊഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചൊരു അപ്ഗ്രേഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെൽത്ത് ഈസ് ദ സൈലൻസ് ഓഫ് ഈഗോ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡിന് സൈലൻസ് അല്ല ഇഷ്ടം. നമ്മുടെ മൈൻഡിന് ഇഷ്ടം ഇമ്മീഡിയറ്റ് വാലിഡേഷൻ ആണ്.
നമ്മൾ പലപ്പോഴും കംഫർട്ടിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ വെൽത്ത് സിഗ്നൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈസ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരാളൊരു സൂപ്പർ കാർ ഓടിച്ചു പോകുന്ന കാണുന്ന സമയത്ത് നമ്മൾ ശരിക്കും അതിന് ഓണറെ പറ്റി ആയിരിക്കില്ല ചിന്തിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കുന്നത് ആ കാർ നമ്മളതായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എത്ര സക്സസ്ഫുൾ ആയിട്ടായിരിക്കും കാണുന്നതെന്നായിരിക്കും. ഈ തരത്തിലുള്ള ചെലവിനെയാണ് നമ്മൾ ഈഗോ ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈഗോ ടാക്സ് എപ്പോൾ കൊടുക്കാൻ നിർത്തുന്നോ അപ്പോൾ തന്നെ നമ്മൾ വെൽത്തി ആയെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയും നമ്മുടെ ഇൻകവും നമ്മളെ ഗ്യാപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പണം ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഹാർഡായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് നമ്മുടെ ഗോൾ പോസ്റ്റ് മൂവ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു റണ്ണിങ് റേസിലാണെന്ന് വിചാരിക്കുക. നമ്മൾ ഓടി ഫിനിഷ് ലൈനിൽ എത്താനാവുന്ന സമയത്ത് ആരോ ഫിനിഷ് ലൈനിൽ ദൂരേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻച്വലി നമ്മൾ കൊളാപ്സ് ആയി വീഴും, നമ്മൾ ബോധം കെട്ട് വീഴുന്നുണ്ട്. അങ്ങനെയാണ് പലരും പണത്തിൻ്റെ കാര്യത്തിൽ ജീവിക്കുന്നത്. പണത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഈ ഫിനിഷ് ലൈനിലെ ദൂരേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയോ, അതായത് പിയർ ഗ്രൂപ്പുമായിട്ടുള്ള കമ്പാരിസൺ കാരണം നമ്മൾ തന്നെയോ അല്ലെങ്കിൽ സൊസൈറ്റൽ നോംസോ ആയിരിക്കും. ഒരു കഥ കൂടെ പറയാം. ഒരു ബില്യനെയർ നടത്തുന്ന ഒരു പാർട്ടിയിൽ 2 ഇൻവെസ്റ്റേഴ്സ് റൈറ്റേഴ്സ് പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരാൾ മറ്റൊരാളോട് പറയുകയാണ്, നമ്മുടെ ഹോസ്റ്റ് നിന്ന് ഉണ്ടാക്കിയ പൈസ, നമ്മുടെ അയാളുടെ ലാഭം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന്. അതിന് മറ്റേ കൊടുക്കുന്ന റിപ്ലൈ, ഹി വിൽ നെവർ ഹാവ് വാട്ട് ഐ ഹാവ്, ഇനഫ് എന്നുള്ളതാണ്. ഇനഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്റ്റാഗ്നേഷൻ ആയിട്ടല്ല കാണേണ്ടത്. അതിന് നമുക്ക് നമ്മുടെ അവസാനമില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്നുള്ളൊരു ഫ്രീഡം ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇനഫ് അച്ചീവ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് എന്താണ് ഇനഫ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും ഇനഫ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. നമ്മൾ യൂഷ്വലി കാണുന്നതാണ്, നമ്മുടെ ഇൻകം കൂടുന്ന സമയത്ത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കൂടും. നമ്മുടെ ആ കൂടിയ ഇൻകമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ടൈപ്പിലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആവും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പുതിയ ലൈഫ് സ്റ്റൈലിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ കൂടിയ ലൈഫ് സ്റ്റൈലിലേക്കുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടത്രയും നമ്മളതിൽ ഉണ്ടെങ്കിൽ ആ സന്തോഷത്തിനെ വല്ലാതെ മാറ്റിമറിക്കാൻ സാധ്യതയില്ലാത്ത എന്തോ അതിന് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ റിസ്ക് എടുക്കരുത് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, റിസ്ക് എടുക്കാതിരിക്കുന്നതിലും തെറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന റിസ്ക് നമ്മുടെ റിവാർഡിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടത് നമ്മുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയെ മാത്രമാണ്, റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റിനെയാണ്. അത് നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് ആണെങ്കിലും ശരി, നമ്മുടെ ഇമോഷണൽ റിസ്ക് ആണെങ്കിലും ശരി. ഇനി നമുക്ക് മറ്റൊരു ആസ്പെക്ട് കൂടെ ചെക്ക് ചെയ്യാം, മേക്കിംഗ് മണി വേഴ്സസ് കീപ്പിംഗ് മണി. പൈസ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫിഡൻസും റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയും കുറച്ച് ഒപ്റ്റിമിസം ഒക്കെ ആണെങ്കിൽ, ഈ പൈസ നിലനിർത്താൻ നമുക്ക് വേണ്ടത് ഹ്യൂമിലിറ്റിയും കുറച്ച് പേടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒബ്ജക്റ്റീവ്ലി സ്പീക്കിംഗ്, ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയ ആൾക്കാരെല്ലാം അവരുടെ ബിഗ്ഗസ്റ്റ് വിൻ കാരണം മാത്രം സക്സസ്ഫുൾ ആയ ആൾക്കാരല്ല, മറിച്ച് അവരുടെ സമ്പാദ്യം ബ്ലോ അപ്പ് ചെയ്യാത്ത ആൾക്കാരും കൂടിയാണ്. അവർ ഈ ഈഗോ ഡ്രിവൺ ഡിസിഷൻസ് കാരണം, അല്ലെങ്കിൽ മാർക്കറ്റ് ക്രാഷ് കാരണം, ഇങ്ങനെയുള്ള റീസൺസ് കാരണം അവരുടെ സമ്പാദ്യം ബ്ലോ അപ്പ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്ത്രീ അവരുടെ ഒരു 40 ലക്ഷം രൂപ, അവരുടെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള 40 ലക്ഷം രൂപ അവരൊരു സേവിങ്സ് അക്കൗണ്ടിൽ, അധികം ഇൻട്രസ്റ്റ് ഒന്നും ഏൺ ചെയ്യാത്തൊരു സേവിങ്സ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സ്മാർട്ട് ആയിട്ടുള്ള ഫ്രണ്ട്സ് വന്നിട്ട് പറയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിനക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തൂടെ, കുറച്ചുകൂടെ റേഷണലായിട്ട് തിങ്ക് ചെയ്തൂടെ എന്നൊക്കെ. പക്ഷെ ഇവർ ആ പൈസ അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സിനെല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടത്തിൽ വിൽക്കേണ്ടി വരുന്നു, ഇവരുടെ ജോലി നഷ്ടപ്പെടുന്നു. പക്ഷേ ഇവരുടെ കയ്യിൽ ഈ പൈസ ഉള്ളത് കാരണം ഇവർക്ക് ഡെസ്പറേറ്റ് ആവാതെ മറ്റൊരു ജോലിയിലേക്ക് മാറാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് റിട്ടേൺ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാരണം നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത് അവരുടെ പീസ് ഓഫ് മൈൻഡ് ആണ്. നമ്മൾ പലപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും. നമ്മുടെ പിയർ ഗ്രൂപ്പിൽ തന്നെ നമ്മളെക്കാളും നല്ല നിലയുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മളെ കമ്പയർ ചെയ്യുന്നത്. ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു പേടി എന്ന് പറയുന്നത്, ഫ്യൂച്ചറിൽ നമ്മളുടെ സേവിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അവരുടെയായിട്ട് മാച്ച് ആവുന്ന അല്ലെങ്കിൽ നമ്മൾ ആ സർക്കിളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ ജീവിതാവസാനം വരെ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചതിൽ എത്ര പേര് നമ്മളെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം നമ്മളൊരു സർക്കിളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് മാച്ച് ആവുന്ന രീതിയിൽ മറ്റൊരു സർക്കിൾ അവിടെ രൂപപ്പെട്ട് വരികയും ചെയ്യും. നമ്മൾ ആ ലൈഫിൽ ഹാപ്പി ആയിരിക്കും. അത് നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം, നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിൽ പലരും നമ്മുടെ കൂടെ ഇല്ലായിട്ട് നമ്മളിപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ അന്ന് വിചാരിച്ചിരുന്നത് ഇവരൊക്കെയാണ് നമ്മുടെ ജീവിതാവസാനം കൂടെ ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരിക്കുന്നതായിരിക്കും.
ഇനി ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് സക്സസിനെ സൊസൈറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് കമ്പയർ ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മറ്റേ ആൾക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ സക്സസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ നമ്മുടെ ഹാപ്പിനെസ് നോക്കിയിട്ട് നീ അവനേക്കാളും കൂടുതൽ ഹാപ്പി ആണല്ലോ, നിന്റെ പീസ് ഓഫ് മൈൻഡ് അവരെക്കാൾ കൂടുതലാണെന്നോ അതുകൊണ്ട് നീ സക്സസ് ആണെന്ന് ആരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം നമുക്കിത് ആവശ്യമുണ്ടോ എന്നല്ല, ആം ഐ റിയലി ഫോളിങ് ബിഹൈൻഡ് എന്നുള്ളതാണ്. നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് പലപ്പോഴും പോവർട്ടി അല്ല, റിലേറ്റീവ് ഡിക്ലൈൻ ആണ്. അതായത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർ അവരുടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പുവർ ആണെന്നുള്ളതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്താണ് മരിച്ചു കഴിഞ്ഞ് ഇത്ര കൂടുതൽ പൈസ ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അല്ലെങ്കിൽ 40 ലക്ഷം രൂപ സേവ് ചെയ്ത സ്ത്രീ, അവർക്ക് റിസഷൻ വന്ന കാരണമാണല്ലോ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്. മറിച്ച് റിസഷൻ വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യായിരുന്നു, ഇവർക്ക് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ജീവിതാഭിലാഷങ്ങൾ കൊണ്ടു നടന്നൊരു സൂപ്പർ കാർ അത് വാങ്ങിയില്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ റിവൈൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ അറിയില്ലേ. അതായത് ഈ സ്ത്രീയുടെ റിട്ടേൺ എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു. അതായത് യഥാർത്ഥ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ടൈമിൻ്റെ മേലെ നമുക്ക് കൺട്രോളും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നതും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയോടും അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിനോടും നമുക്ക് നോ പറയാനുള്ള എബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ വീഡിയോ നിർത്തുന്നതിന് ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് ബുക്സ് വായിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ബുക്സ് വായിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ആ പുസ്തകം വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പണത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.